പഠിക്കാനായി വീട്ടിൽ നിന്നും പോയ +1 വിദ്യാർത്ഥിനികളെ ശാസ്താംകോട്ട തടാകത്തിൽ ജീവനറ്റ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുതിയ വിവരങ്ങൾ പുറത്ത്. പൂയപ്പള്ളി മൈലോട് സ്വദേശി ദേവനന്ദ, അമ്പലംകുന്ന് സ്വദേശി ഷെബിൻ ഷാ എന്നിവരുടെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിലാണ് നാട്. രണ്ടുപേരും പഠിക്കുന്നത് 2 സ്കൂളിലായിരുന്നുവെങ്കിലും പരസ്പരം അറിയുന്നവരായിരുന്നു. 10ാം ക്ലാസ് വരെ ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചവർ. ഹയർ സെക്കൻഡറി 2 സ്കൂളിലായിരുന്നുവെങ്കിലും ഇവർ ഇടയ്ക്ക് കണ്ടുമുട്ടാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇരുവരെയും കാണാനില്ലെന്ന വാർത്ത വന്നപ്പോഴും ഇവർ ഇനി അങ്ങോട്ടൊപ്പം ഉണ്ടാകില്ലെന്ന് സഹപാഠികളാരും കരുതിയില്ല. ഇരുവരും തിരിച്ചെത്തണേ എന്ന പ്രാർത്ഥനയിലായിരുന്നു ഇവരെ അറിയുന്നവരെല്ലാം. രക്ഷിതാക്കൾക്കും ബന്ധുക്കൾക്കും പുറമെ നാട്ടുകാരും സഹപാഠികളുമെല്ലാം ഇവർക്കായുള്ള തെരച്ചിലിലായിരുന്നു. പക്ഷേ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായി. മൃതദേഹങ്ങൾ ശാസ്താംകോട്ട തടാകത്തിൽ പൊങ്ങി. ഷെബിൻ ഷായും ദേവനന്ദയും ക്ലാസ് കട്ട് ചെയ്യുകയോ അനാവശ്യമായി അവധിയെടുക്കുകയോ ചെയ്യുന്നവരായിരുന്നില്ല. വ്യാഴാഴ്ച സ്കൂളിൽ എത്താതിരുന്നപ്പോൾ അസുഖം എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് കൂട്ടുകാരും അധ്യാപകരും കരുതിയത്. പക്ഷേ പതിവ് സമയം കഴിഞ്ഞിട്ടും വീട്ടിൽ തിരികെ എത്താതായതോടെയാണ് മാതാപിതാക്കൾ ഇവരുടെ കൂട്ടുകാരെ ബന്ധപ്പെട്ടത്. അപ്പോഴാണ് ഇരുവരും സ്കൂളിൽ വന്നിട്ടില്ലെന്നറിയുന്നത്. കുട്ടികൾ സ്കൂളിൽ എത്തിയില്ല എന്നത് രക്ഷിതാക്കൾക്കും ആദ്യം വിശ്വസിക്കാനായില്ല. പിന്നീട് വീട്ടുകാർ അധ്യാപകരുമായി ബന്ധപ്പെട്ടു. കുട്ടികൾ എത്തിയില്ലെന്ന് ഇരു സ്കൂളുകളിലെയും അധ്യാപകരും ഉറപ്പിച്ചതോടെ എല്ലാവരും ആശങ്കയിലായി. നാടാകെ തിരച്ചിലും തുടങ്ങി. ഇരുവരുടെയും ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ കൈമാറി നാട്ടുകാരും അന്വേഷണം ആരംഭിച്ചു. പക്ഷേ എല്ലാവരുടെയും ഹൃദയം തകർക്കുന്ന വിവരമാണ് രാവിലെ 11:30 വന്നത്. അതേസമയം ഇവരുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരും ശാസ്താംകോട്ട തടാകത്തിൽ ചാടി ജീവനൊടുക്കിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇതര മതസ്ഥരായതിനാൽ വീട്ടുകാർ ബന്ധം അംഗീകരിക്കില്ലെന്ന തോന്നലാണ് ഇവർ ഈ കടുങ്കൈ ചെയ്തതിന് പിന്നിലെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രി ചെങ്കൂർ ജമാഅത്ത് പള്ളിയിൽ ഷെബിൻ ഷായുടെ കബറടക്കം നടത്തി. ദേവനന്ദയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.